അപ്പോൾ അതിനെ അവൻ അങ്ങനെ ബോധർ ചെയ്തില്ല. അത് അറിയണമെങ്കിൽ അറിയട്ടെ. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് ഇതിൽ എന്താണ് സർപ്രൈസ് കൊടുക്കാൻ പറ്റുക? അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ്, മഴ, കാട്, ആന, പാമ്പ്, കുറുക്കൻ എന്നൊക്കെ പറയാം. അതൊന്നും ഇവർക്കാർക്കും അല്ലെ. ശാന്തമീ രാത്രിയിൽ, ഭാരതി രാജ എന്നൊക്കെ പറയുന്ന എലിമെന്റുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ സർപ്രൈസുകൾ. അതായത് ഈ ഇതിന്റെ ഇന്റർവൽ ബ്ലോക്കും ഈ കഥയും അറിയാമെന്ന് പറഞ്ഞാലും എടാ ഭയങ്കര നീ ഇതൊക്കെ എന്ന് പറയുന്ന തോന്നൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ശ്രമങ്ങൾ. പിന്നെ സെക്കൻഡ് ഹാഫിൽ നടന്ന പല കാര്യങ്ങളും പണ്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പല അല്ലെങ്കിൽ ഫൈറ്റ് ബ്ലോക്കുകൾ അതൊന്നും പണ്ടത്തെ അങ്ങനെ ഇല്ല. അപ്പൊ അത് പണ്ട് ചിലപ്പോൾ ഒരു ഫൈറ്റിലൊക്കെ ചിലപ്പോൾ പടം തീർന്നേനെ. ഞങ്ങൾ 3 ഫൈറ്റുകളാക്കി. അപ്പൊ ഹീറോയ്ക്ക് അത്രയേറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു വില്ലൻ ഉണ്ടാക്കി. വില്ലൻ എന്ന് വെച്ചാൽ 3 വില്ലന്മാരുണ്ടാക്കി. 3 വെച്ചാൽ ഫർഹാൻ അടക്കം ഞാൻ പറഞ്ഞത്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന 2 വില്ലന്മാരാക്കി. പിന്നെ എൻ്റെ എൻഡ് പോർഷനിലോട്ടൊക്കെ വരുമ്പം അതിന് വേറെ ഈ പറയുന്ന വേറൊരു കഥ അതായത് ഈ സിനിമ അവസാനിക്കുന്ന ഒരു ഫൈറ്റിലാണല്ലോ നോർമലി പടങ്ങളൊക്കെ തീരാറ്. വില്ലനുമായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ടും പുതിയ കഥ തുടങ്ങുക. അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെയൊക്കെ പുതിയ പുതിയ എലിമെന്റുകൾ ആഡ് ഓൺ ചെയ്തപ്പോൾ ഇനി എത്ര കഥ അറിയാമെന്ന് പറഞ്ഞവൻ വന്നാലും അതിന് അവന് പുതിയത് കാണാനുണ്ടാവും അതിൻ്റെ അകത്ത്.